ഹേ ഗായ്സ്, സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു ഇൻഡിപെൻഡൻസ് ഡേ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാം ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് കഴിഞ്ഞു എന്നുള്ളത്, പക്ഷേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 17 ആദ്യം തന്നെ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. എനിക്ക് തീരെ ടൈം കിട്ടിയില്ല കേട്ടോ ഈ വീഡിയോ ഒന്ന് സെറ്റാക്കാനും എഡിറ്റ് ചെയ്യാനും. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾക്കൊന്നും ടൈം കിട്ടിയില്ല. അങ്ങനെയാണ് നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി പോയത്. അപ്പോൾ ഇപ്പം ഞാനുള്ളത് നമ്മുടെ ഓഫീസിലാണ്. ഇന്നിവിടെ എല്ലാവരും തന്നെ വന്നതിന് ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് നമുക്ക് ഇവിടെ വർക്ക് ഉണ്ട്, കൂടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടിക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളെല്ലാവരും കുറച്ച് സ്വീറ്റ്സ് കഴിച്ചു. ഈവൻ ദോ ഷുഗർ കട്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ചധികം ഞാനൊക്കെ ഷുഗർ കഴിച്ചു കിട്ടോ. ഞാൻ ഇത്രയും കാലം ഷുഗർ കട്ടൊക്കെ ചെയ്ത് കുറച്ച് വെയിറ്റൊക്കെ കുറയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചായയിലൊന്നും മധുരം ഇടാണ്ട്, ഈവൻ കട്ടൻ ചായയിൽ പോലും മധുരം ഇടാണ്ട് കഴിച്ച ഞാൻ ഇന്നലെ അവിടെ പോയിട്ട്, ഇന്നലെയല്ല ഐ മീൻ 15-ാം തീയതി അവിടെ പോയിട്ട് അത്യാവശ്യം ആ സ്വീറ്റ്സൊക്കെ കഴിച്ചു. അതിലെനിക്ക് റിഗ്രറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഓക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ ക്വിസ് തുടങ്ങി. ഇതാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയില് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് കുറെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. കുറെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റില് ഒരു സമരം, അതിലൊരു സമരം മാത്രം സഫാജിക്ക് ആൻസർ അറിയില്ലേ? കൈ വന്നിച്ചാൽ ഉത്തരം പറയണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിൾ. അങ്ങനെ നമ്മളുടെ ക്വിസ് മത്സരം കഴിഞ്ഞു. പിന്നെ ക്വിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മേഖലയല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയാണ്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ദ സെഷൻ ഇടി വെട്ടിയോണം ഇരിക്കുകയെന്ന് വേണമെങ്കിൽ പറയണം. ഓക്കെ, സോ അങ്ങനെ ഓഫ്കോഴ്സ് നമ്മൾ ഓപ്പോസിറ്റ് ടീം ജയിച്ചു. അപ്പോൾ അവർക്കുള്ള സോഫ്റ്റ് ടോയ്സും പിന്നെ പോരാത്തതിന് ആ പറഞ്ഞ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ആ ചോക്ലേറ്റ് അവർക്ക് കിട്ടിയെന്നേ ഉള്ളൂ, പക്ഷേ എല്ലാവരും അതിനകത്തുനിന്ന് മൊത്തത്തിൽ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അത് പിന്നെ അറിയാമല്ലോ, അത് അങ്ങനെയാണ് നമ്മളുടെ ത്രൂ ഔട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ഇനി നമ്മൾ നേരെ നമുക്ക് ഫുഡ് കഴിക്കണം. ആരും ഫുഡ് കൊണ്ടുവന്നിട്ടില്ല. സോ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. ഓക്കെ, ആൻഡ് ഇന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മളെല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ ലൈവ് കിച്ചണിലേക്കാണ് പോണത്. അപ്പം ഇവിടുന്ന് ഇനി നമുക്ക് നേരെ ഒന്ന് ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇന്ന് ഒഫീഷ്യലി എൻ്റെ ഒരു ചീറ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് ഡയറ്റും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തിട്ടില്ല. എന്തെല്ലോ കഴിച്ചിന്, ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിന്. കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയും കൂടെ കഴിച്ചു. അപ്പോൾ എൻ്റെ കാലറിയും കാര്യങ്ങളൊക്കെ ഇന്ന് വൻ ഹൈ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് അതൊന്നും നോക്കുന്നില്ല. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് ചില്ലാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വർക്കിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അങ്ങനെ ഏകദേശം കുറച്ച് വർക്കൊക്കെ ചെയ്ത് ഒരു 5:30 ടൈമൊക്കെ ആയപ്പം നമ്മൾ നേരെ ലോഗൗട്ട് അടിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ വിശേഷങ്ങൾ വന്നിട്ട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുക. പിന്നെ സ്കൂളിലും പോകുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, വർക്കിന് പോകുന്നവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യും കേട്ടോ. താങ്ക് യു.